ഇന്ന് നമുക്കൊരു ഹെൽത്തി റെസിപ്പി ആയാലോ. ഉത്തരാഖണ്ഡ് സ്റ്റൈൽ പഹാടി റൈത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പഹാടി റൈത്ത ഉണ്ടാക്കാൻ നമുക്ക് കുക്കുമ്പർ വേണം, പിന്നെ മല്ലിയില, തൈര്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കടുക്, മല്ലി. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കടുക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത്, നല്ല ജീരകത്തിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി കുക്കുമ്പർ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുക്കുമ്പർ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് വേണ്ടത്. എൻ്റെ തൈര് അത്ര ഉണ്ട് കട്ടിയില്ല. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പുതിനയും കൂടി വേണ്ടതായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ പുതിന ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുതിനയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുമ്പർ നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഉത്തരാഖണ്ഡ് സ്റ്റൈൽ പഹാടി റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് പൊറോട്ടൻ്റെ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്